കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം? നെയ്യാർ. ശരിയായ ഉത്തരവാണ്. നിബി, വടക്കേ അറ്റത്ത് കണ്ണൂർ ജില്ലയിലെ ആറളം വന്യജീവി സങ്കേതമാണ് വടക്കേ അറ്റത്ത്. നിഷാൻ, നീ പോയിട്ടുള്ള ഒരു സ്ഥലം നിനക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല. നിഷാൻ, നിബിക്ക് ഓർമ്മ കാണുമായിരിക്കും. ഏറ്റവും ഇന്ത്യയിലെ ലോകത്തെ തന്നെ ഏറ്റവും പഴക്കമുള്ള തേക്ക് ഏതാ? പറമ്പിക്കുളത്താണ്. അതിന്റെ പേര് പറയോ? ഇത് ഏറ്റവും പഴക്കം ചെന്ന തേക്കാണല്ലോ. നമുക്ക് ഇങ്ങനെ കരുതാം, ഏറ്റവും പഴക്കം ചെന്ന തേക്കായതുകൊണ്ട് തന്നെ ആദ്യത്തെ തേക്കുകളിലൊന്നായിരിക്കുമല്ലോ. നമ്മൾ മലയാളത്തിൽ ആദ്യത്തെ ആദ്യമെന്നല്ലാതെ കഞ്ഞി എന്നും പറയാറുണ്ടല്ലോ, കന്നി എന്നും പറയാറുണ്ട്. കന്നി സെഞ്ചുറി ഏറ്റവും പഴയ കന്നിമരം. ഓക്കെ, ശരി ശരി. എങ്കിൽ നിഷാൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു വന്യജീവി സങ്കേതം? ചെന്തുരുണി. ശരിയായ ഉത്തരവാണ്. സ്ട്രോബിലാന്തസ് കുന്തിയാന. നീലക്കുറിഞ്ഞി. ഏതിന്റെ ശാസ്ത്രനാമം എന്നായിരുന്നു? 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടേതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതത്തെ കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചു. എങ്കിൽ ഏതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം? ഏതാ? മംഗളവനം. എവിടെയാ അത്? കൊച്ചിയുടെ ശ്വാസകോശം. കൊച്ചി ടൗണിനുള്ളിലാണ് കേട്ടോ. അപ്പൊ കൊച്ചി പോകാം. എങ്കിൽ നിഷാൻ, വീണ്ടും ഒരു ചോദ്യം. ബേക്കേഴ്സ് എസ്റ്റേറ്റ് മറ്റൊരു പക്ഷി സങ്കേതം? നമ്മുടെ സ്വന്തം കുമരകമാണ്. കേരളത്തിൽ ഒരൊറ്റ മയിൽ സംരക്ഷണ കേന്ദ്രമേ ഉള്ളൂ. ഏതാണ്? ചൂളന്നൂർ. കേരളത്തിൽ ഒരൊറ്റ പക്ഷി ഗ്രാമമേ ഉള്ളൂ. ഏതാണ്? പറഞ്ഞു. നൂറനാടാണ് ആലപ്പുഴയിൽ.